ഇതെൻ്റെ ഡാൻസ് മാഷാണ് NV കൃഷ്ണൻ സാറ്. സാറ് മഞ്ജു വാര്യർ ചേച്ചി, പിന്നെ ചിത്ര അയ്യർ, വിനീത്, അവരുടെയൊക്കെ സാറാണ്. സാറിൻ്റെ അടുത്ത് ഞാൻ കുറച്ചു കാലം ഡാൻസ് പഠിച്ചിരുന്നു. പക്ഷെ അത് കൂടുതലും എന്താ പറയുക, അധിക കാലം അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടില്ല. ഒരു 2-3 വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു സാറിൻ്റെ അടുത്തുനിന്ന്. അതുപോലെ തന്നെ ഒരു അരങ്ങേറ്റം ചെയ്യേണ്ട ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് സാധിച്ചില്ല. അതുമാത്രമല്ല, ഈ സംഗീതത്തിന് നൃത്തത്തിൻ്റെ ആ അഭിനയ ശൈലി, ആ താളത്തിൻ്റെ ശൈലി, ഒരു ലയം, ഇതൊക്കെ സംഗീതത്തിന് വളരെ ഉപയോഗമാണ്. അത് എല്ലാ പാട്ടുകാരിലും കാണാം. അതുപോലെ എത്രത്തോളം നൃത്തത്തിന് അഭിനയം വരുന്നു, അതുപോലെ സംഗീതത്തിന് അവർക്ക് ജീവനും അഭിനയം കുറച്ച് കിട്ടും എന്നില്ല ഒരു അഭിപ്രായം എനിക്കുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ഇവിടുന്ന് പഠിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു ഇത് കിട്ടിയത്. ആ ഗുണം അവിടെ നിന്ന് കുറച്ച് കാണുന്നുണ്ട്. പക്ഷെ മെയിനായിട്ട് പാട്ടിനോടുള്ള ഒരു ഇത് കൊണ്ട് അങ്ങനെ ഡാൻസ് പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അരങ്ങേറ്റം ഓൾറെഡി ഇങ്ങനെ വന്നതായിരുന്നു, ഊട്ടിയിലൊക്കെ വെച്ചിട്ട് നടത്താന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ എൻ്റെ അനിയനാ പണി പറ്റിച്ചത്. എൻ്റെ അനിയനും പഠിക്കുന്നുണ്ടായിരുന്നു ഡാൻസ്. അനിയത്തി ഇപ്പൊ പഠിക്കുന്നുണ്ട്. അപ്പൊ അനിയന് ആ ടൈം ഭയങ്കര തലകറക്കവും ഛർദി എല്ലാം വന്നു. അത് ഒരു ടെൻഷൻ്റെ ഒരു ബേസിസും കൂടെയാണ്. അപ്പൊ അതിനുശേഷം പിന്നെ അവൻ നിർത്തിയപ്പോഴേക്കും പിന്നെ എനിക്കും കുറച്ചൊരു മടിയായി. അങ്ങനെയാണ് ഞാൻ സാറടുത്ത് അങ്ങനെ വരാൻ നിർത്തിയത്. പക്ഷെ അത് നിർത്തിക്കൊണ്ട് എന്തായി, സംഗീതം കുറച്ചുകൂടി മനസ്സിലാക്കാനും അത് ഭംഗി പഠിക്കാനും അവസരമുണ്ടാക്കി. ആ അവസരത്തിൽ അവളത് ഉപയോഗിച്ച് വളർന്ന് ഒരു നല്ലൊരു നിലയിൽ ഇപ്പം എത്താൻ സാധിച്ചു. ഇനിയും എത്തും. ഇതിൽ മേലെയും പോകാൻ നമ്മളെ എല്ലാവരുടെ സഹകരണവും നമ്മുടെ ഗുരുനാഥന്മാരെയും ഭഗവാന്മാരുടെ സഹകരണം അവൾക്ക് കിട്ടട്ടെ, അനുഗ്രഹം കിട്ടട്ടെ. നമുക്കൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, ഞാനും അനിയനും, പിന്നെ ഇത് മെറീൻ ചേച്ചി, എൻ്റെ കസിൻ സിസ്റ്റർ, പിന്നെ എൻ്റെ ഫ്രണ്ട് ഷെയ്ബ്, ഒരാളും കൂടി ഉണ്ട് മിഥുൻ, ഡ്രമ്മറാ. അയാൾ ഇവിടെ ഇല്ല തൽക്കാലം. അപ്പോൾ നമുക്ക് ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, ദോരേമി എന്നായിരുന്നു പേര്. എന്താ പറയാ, ഡാഡിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് രാഗം കലാമന്ദിർ. അപ്പോൾ നമ്മൾ അവിടെ എല്ലാ ദിവസവും പോയി പ്രാക്ടീസ് ചെയ്യും. പക്ഷെ അതിനുശേഷമുള്ള ചായ കൂടി ഭയങ്കര നിർബന്ധം. ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി ചായ കുടിക്കും. പിന്നെ കുറെ കഴിഞ്ഞ് പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എന്തിനാലും കറക്റ്റായിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ ചായ കൂടി നമ്മൾ പതിവാക്കിയിരുന്നു. ഈ ദോരേമി പക്ഷെ ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയോ, മെറിനേച്ച് കല്യാണം കഴിച്ചപ്പോഴത്തേക്കും പിന്നെ മൂപ്പർക്ക് ഇങ്ങോട്ടേക്ക് വരാനൊരു മതിയായി. ഇനിയിപ്പോ നമുക്ക് നോക്കാലോ. അല്ല, ഇനിയിപ്പം ഹസ്ബൻഡിന്റെ അടുത്തൊക്കെ ചോദിക്കണം. ഹസ്ബൻഡ് ഗൾഫിലാണ്, അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ ഒരാളിതാ ഷെയ്ബ്, ആള് കുറച്ചായപ്പോഴത്തേക്കും അനിയൻ എഞ്ചിനീയറിംഗ് കിട്ടിട്ട് പോയപ്പോഴേക്കും പിന്നെ ട്രൂപ്പിന്റെ ആ ഒരു ശരിക്കും ഒരു ഇത് വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷെയ്ബ് ഗൾഫിൽ പോയി. പിന്നെ ഡ്രമ്മറും മിഥുൻ അവൻ ട്രിവാൻഡ്രം പോയി. അങ്ങനെ ആയിട്ടാണ് ഈ ഡോറേമി ട്രൂപ്പ് ഇപ്പൊ ഇല്ലാണ്ടായത്. നമ്മൾ ചെറിയൊരു പ്ലാൻ ഉണ്ടല്ലോ. ഇതാ ഷേവ്, എന്താ പറയുന്നത്, ഷേവ് ദുബായിൽ നിന്ന് പൈസ ഇറക്കിയിട്ട് കീബോർഡെല്ലാം വാങ്ങേണ്ട പ്ലാനെല്ലാം ഉണ്ട്. സോ ദിസ് ഇസ് മൈ ഫാമിലി. എൻ്റെ ഡാഡി ഫിലിപ്പ് മാസ്റ്റർ വയലിൻ, ഗിറ്റാർ, കീബോർഡൊക്കെ പഠിപ്പിക്കും. ടീച്ചറാണ് സെൻറ്റ് മൈക്കിൾസിലെ. പിന്നെ ഇത് ബേബി ടീച്ചർ അല്ലേ, സെൻറ്റ് പീറ്റേഴ്സിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ട് മമ്മിക്ക്. പിന്നെ ഇതെൻ്റെ അനിയൻ, ഇതെൻ്റെ അനിയത്തി. അനിയൻ്റെ പേര് അറിയാമല്ലോ, സ്വരാഗ്. എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്, വല്ലാണ്ട് ഉഴപ്പുന്നുണ്ട് ഇപ്പം ആയിട്ട്. അല്ല സ്വരു. ഇതെൻ്റെ അനിയത്തി ശ്രുതി, സെൻറ്റ് ട്രീസാസിൽ തന്നെയാണ് പഠിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്, 9th സ്റ്റാൻഡേർഡിൽ. ആള് കാണാൻ ഒരു പാവാണെങ്കിലും വളരെ കുറുമത്തിയാണ്, ദുഷ്ടത്തിയാണ്. സയനോരൊക്കെ ഒരു 2 വയസ്സുള്ളപ്പം തന്നെ അവൾ സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകൾ പറയാൻ തുടങ്ങിയ കാലം മുതൽ അവൾ സംഗീതത്തിൽ താല്പര്യമാണ്. അവൾക്ക് സംഗീതത്തിൽ കഴിവുണ്ടെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. സയനോരൊക്കെ മാത്രമല്ല, ഈ 3 മക്കൾക്കും. അപ്പോൾ അവരുടെ കഴിവുകളെ ഞാൻ കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കാൻ എന്നാലാവും വിധം ഞാൻ ശ്രമിച്ചു. അതാണത്. എനിക്കൊരു സംഗീത വിദ്യാലയം ഉള്ളതുകൊണ്ട് അവിടെ വളരെ നല്ല നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അധ്യാപകരെ പരമാവധി ഞാൻ ഉപയോഗപ്പെടുത്തി എൻ്റെ മക്കൾക്ക് വേണ്ടി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഡാഡി രാവിലെ ഒന്നും നമ്മൾ ഉറങ്ങാൻ വിടലില്ല. രാവിലെ തന്നെ എണീപ്പിച്ചിട്ട് ഡാഡി ഒന്നെങ്കിൽ കർണാട്ടിക്, അല്ലെങ്കിൽ വയലിൻ, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി, അല്ലെങ്കിൽ വെസ്റ്റേൺ, ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ചിലപ്പോൾ ഒരു റൂമിൽ നിന്ന് ഇപ്പം ഹിന്ദുസ്ഥാനി ഇങ്ങനെ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത റൂമിൽ നിന്ന് ടുട്ടു സരേഗമ വദാനിസ കർണാട്ടിക് ആയിരിക്കും. പിന്നെ ഒരാളുടെ ഇടുന്ന് ഭയങ്കര വയലിൻ പ്രാക്ടീസ് ഒക്കെ ആയിരിക്കും. എല്ലാവരും ഉള്ളപ്പോൾ. പക്ഷെ ഇപ്പം ഇവർ പറയുന്നത് സംഗീതത്തെ കുറിച്ച് മാത്രമാണ്. ഞാൻ ഇവരുടെ സംഗീതത്തിലെ മാത്രമല്ല ഞാൻ കണ്ടെത്തി ഇവർക്കുള്ള വരക്കാനുള്ള കഴിവ്. ഈ ടുട്ടു എന്ന് പറയുന്ന ഈ ശ്രുതി ഉണ്ടല്ലോ, ഒരു 3-4 വയസ്സുണ്ടാകുമ്പോൾ ഒരു മുയലിനെ വരച്ചിട്ട്, ഒരു ബാഗ് തോളിലിട്ടിട്ട് ഈ
ആ ആ ചിത്രം ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാം, ഗുരു നിത്യചൈതന്യം എഴുതിക്ക് അയച്ചു കൊടുത്തു. കാരണം ഗുരുവായിട്ട് എനിക്ക് നമ്മുടെ ഫാമിലിക്ക് ഒരു പ്രത്യേക കണക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എൻ്റെ വിദ്യാലയം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ എല്ലാ വർഷവും ഞങ്ങൾ പോയിട്ട് 93 മുതൽ എല്ലാ വർഷവും കോൺസെർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ഈ ചിത്രം അങ്ങോട്ട് അയച്ചു കൊടുത്തു. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാം, 100-ൽ 101 മാർക്കിട്ടിട്ട് അയച്ചു കൊടുത്തു. കാരണം അത്ര നന്നായിരുന്നു, നിലവാരം ഉണ്ടായിരുന്നു. അതുപോലെ ഇവർ 3 ആളും വരക്കുമായിരുന്നു. 3 ആളെ അതുകൊണ്ട് നല്ല വളരെ പ്രഗത്ഭനായ സാമടക്കലെ സ്വാമി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ചിത്രരചന പഠിപ്പിച്ചു. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളെ മമ്മിയില്ലേ വീണൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ല, ഇതിൻ്റെ രസം പ്രാക്ടീസ് ഒന്നും ചെയ്യലില്ലെങ്കിലും വീണൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം മിസ് വരുമ്പോ ഇവിടുന്ന് മമ്മി കാര്യമായിട്ട് വീണ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്വരവും പഠിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും വീണ, സിത്താർ, ഗിറ്റാർ, വയലിൻ, കീബോർഡ്, ഡ്രംസ്, ചിത്രരചന, ഭരതനാട്യം. ഇവ മോനെ പോലും ഞാൻ ഭരതനാട്യം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ടുട്ടു ഇപ്പോഴും ശ്രുതി, നമ്മൾ ടുട്ടു എന്നാണ് ഇവിടെ വിളിക്കല്. ഇവള് ഇപ്പോഴും കൃഷ്ണമാഷിന്റെ അടുത്ത് ഡാൻസ് പഠിക്കുന്നുണ്ട്. എന്റെ അത്രത്തോളം വരില്ലെങ്കിലും കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്, നോക്കാം. ഇവള് കുറച്ച് കഴിഞ്ഞിട്ട് എന്റെ കഞ്ഞിയിൽ പാറ്റയിടോ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതാണ്, മക്കളിൽ അവർക്ക് ദൈവം കൊടുത്തതാണ് ഈ കലാവാസനകൾ, അല്ലാണ്ട് എൻ്റെതൊന്നുമല്ല. ഞാനൊരു മ്യൂസിക് ടീച്ചർ ആയതുകൊണ്ട് ഇവർക്ക് സംഗീതം ഈ കലകളെല്ലാം വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.